നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വവും പ്രത്യേകിച്ച് ഹൈക്കമാൻഡുമായി ശശി തരൂർ കുറച്ചു കാലമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തുമെന്നും തരൂർ പറയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി നടത്തിയ 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് തരൂർ സമവായത്തിലേക്ക് എത്തിയത്. ഇല്ല, ഞങ്ങൾ നന്നായി പറയാനുള്ളത് എല്ലാ 2 ഭാഗത്തും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരേ പേജിൽ മുന്നോട്ട് പോകുന്നു. അത്ര രാഹുൽ ഗാന്ധി അന്ന് ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് താങ്കൾക്ക് ഉണ്ടായിരുന്നു? ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇടയിൽ പറയാനുള്ളത് 3 ആളും കൂടി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നന്നായി സംസാരിച്ചു. ഇനി വേറെ ഒന്നും താങ്കളെ പ്രചാരണത്തിനുണ്ടാവും. ശരിക്കൊരു ഫ്ലൈറ്റ് വിളിക്കാനില്ല. ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബസന്ത്, ആ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ പ്രചാരകനായി അപ്പോൾ തരൂരിനെ കാണാം. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിൽ അവസാനിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ലോക്സഭയിലേക്ക് ശശി തരൂർ കയറി വന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ അദ്ദേഹം എം കെ രാഘവന്റെ സീറ്റിൽ പോയിരുന്ന് അല്പനേരം സംസാരിച്ച ശേഷമാണ് ശശി തരൂർ താഴെ മല്ലികാർജ്ജുന ഖാർഗെയുടെ മുറിയിലേക്ക് പോയത്. അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി ഏകദേശം 11:15 മണിയോടുകൂടിയാണ് ചർച്ചകൾ ആരംഭിച്ചത്. 2 മണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ള ശശി തരൂരിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് കൊച്ചിയിൽ നേരിട്ട ഒരു നടപടി, അല്ലെങ്കിൽ കൊച്ചിയിൽ തനിക്കെതിരെ തന്നെ അംഗീകരിക്കാത്ത തരത്തിലുള്ള ആ ഒരു നടപടി അടക്കമുള്ള തന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി തനിക്ക് പ്രവർത്തനത്തിന് സ്പേസ് വേണം എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലുണ്ട്. അതായത് അത് കേരളത്തിലായാൽ അത്രയും നല്ലത് എന്നുള്ള തരത്തിലാണ് ശശി തരൂരിന്റെ ആവശ്യങ്ങൾ നീണ്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും ഓഫർ താങ്കൾക്കുണ്ടോ എന്നുള്ള തരത്തിൽ. അതിനോടൊക്കെ അതൊന്നുമല്ല ചർച്ച ചെയ്തത്, തങ്ങൾ മറ്റു കാര്യങ്ങളാണ് എന്നുള്ള തരത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലാണ്. തുറന്ന് സംസാരിക്കാനുള്ള അവസരം വേണം എന്നുള്ളതായിരുന്നു. ആ ഒരു അവസരമാണ് ഇപ്പോൾ ശശി തരൂരിനായി KC വേണുഗോപാൽ ഒരുക്കി കൊടുക്കുകയും ഇപ്പോൾ ആ ചർച്ച ഒരു വിജയത്തിൽ എത്തി എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശശി തരൂരിന്റെ വാക്കുകൾ നൽകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല താൻ ഒരു പ്രചാരണത്തിൽ നിന്നും മാറി നിന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ശരി.